ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. അപ്പോൾ ഹാപ്പി വിഷു ആയതുകൊണ്ട് ചെറുതായിട്ട് ഒരുങ്ങാമെന്ന് വിചാരിച്ചു. എൻ്റെതായ രീതിക്ക് ഞാൻ ഒന്ന് റെഡി ആവാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടവർ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. എങ്ങനെയാണോ അപ്ലൈ ചെയ്യാമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. രണ്ട് സൈഡ് നേരെ ഉറക്കം കിട്ടിയിട്ടില്ല, അപ്പോൾ അതിൻ്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ എൻ്റെ മുഖത്ത് നല്ലോണം ഉണ്ട്. അധികം ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഈസി ആയിട്ട് അബ്സോർബ് ആവുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന CC ക്രീമാണ്. അത് അധികം യൂസ് ചെയ്യാറില്ല, പക്ഷെ എന്തെങ്കിലും വരുമ്പോൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതും സൺസ്ക്രീനും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് തേക്കുന്നത്. അപ്പം ഞാനിന്ന് എടുത്തിരിക്കുന്ന ഡോക്ടർ സ്കിന്നിൻ്റെ സൺസ്ക്രീനാണ്. SPF 60 ആണോ 80 ആണോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കുറച്ച് മതി, ഇത്തിരി ഉണ്ടായാൽ മതി. നല്ലൊരു ഫെയർനെസ് കിട്ടും. പിന്നെ CC ക്രീമും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റേതായൊരു മാറ്റ് ഫിനിഷ് കിട്ടും നമുക്ക്. അതും ഞാൻ വളരെ കുറവേ എടുക്കുന്നുള്ളൂ. എൻ്റെ സ്കിന്നിപ്പോൾ ഭയങ്കര സെൻസിറ്റീവാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ രണ്ടും കൂടെ അത് മിക്സ് ചെയ്തിട്ട് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. വേറൊന്നുമല്ല, എനിക്ക് ഫോൺ ക്യാമറ നോക്കിയിട്ട് മേക്കപ്പ് ഇടാൻ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കണ്ണാട യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സൺസ്ക്രീനും CC ക്രീമും കൂടെ മിക്സ് ചെയ്ത സംഭവം ഞാൻ ഫേസിലും നെക്കിലൊക്കെ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തു. എനിക്ക് കൈ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്, എനിക്കിഷ്ടം അതാണ്. അപ്പോൾ ഞാൻ പ്രോപ്പറായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാനത് കോമ്പാക്റ്റ് യൂസ് ചെയ്തില്ല, എല്ലാം കൂടെ ഹെവി ആക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ലൈറ്റായിട്ടൊരു പൗഡറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വളരെ കുറച്ച് വേർക്കണ്ടെന്ന് കരുതി ഇത്തിരി ഇട്ടതേ ഉള്ളൂ. പിന്നെ എനിക്ക് മേക്കപ്പ് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഹൈലൈറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ഇത്തിരി എന്തെങ്കിലും ഇട്ടാൽ തന്നെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അങ്ങനെ ഇത് ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മൂക്കിൽ, താടിയിൽ, കണ്ണിൻ്റെ മേലേക്ക്, ഐബ്രോസിൻ്റെ താഴേക്കായിട്ട് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ഭംഗി തോന്നിപ്പിക്കും. പിന്നെ ഈ ഉറങ്ങി എണിച്ച കണ്ണൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഐലൈനർ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും ഉപയോഗിക്കുന്ന ഐലൈനർ തന്നെയാണ്. അങ്ങനെ അപ്പോൾ ഐലൈനർ ഇട്ടു. ഐലൈനർ എനിക്ക് ഫോൺ നോക്കി ഇടാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് വീണ്ടും കണ്ണട തന്നെയാണ് യൂസ് ചെയ്തത്. പിന്നെ അതേ നമ്മുടെ മെയിൻ സംഭവം, ഇതില്ലാതെ വേറെ എവിടേക്കും നമുക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണിപ്പോൾ. ലിപ്സ്റ്റിക്ക് ഞാൻ 2-3 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഒരു ന്യൂഡ് ബ്രൗണ്, പിങ്ക്, റെഡിഷ് കളറും കൂടെ മിക്സ് ചെയ്തിട്ടൊരു ലിപ്സ്റ്റിക്കായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. 3 ലിപ്സ്റ്റിക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെന്താ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ബ്ലഷ് എനിക്കിടാൻ അറിയില്ല, എങ്കിലും എനിക്കറിയുന്ന പോലെ ഞാൻ ബ്ലഷ് ഇട്ടു. അധികം തന്നെ ഞാൻ ഇട്ടു, തക്കാളി പോലെ കുറച്ച് തുടുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ബ്ലഷ് ഇട്ടു. ഇവിടെ ക്ലീനിങ് പരിപാടിയായിരുന്നു, അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ ശ്രദ്ധിച്ചില്ലാന്ന് തോന്നുന്നു. കുറച്ച് മൂക്കിലും താടിയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഹൈലൈറ്റർ യൂസ് ചെയ്ത സ്ഥലത്തൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഹൈലൈറ്റർ ഇട്ടു, പിന്നെ ബ്ലഷ് ഇട്ടു, പിന്നെ വീണ്ടും ഞാൻ കുറച്ച് ഹൈലൈറ്ററും കൂടെ ജസ്റ്റ് ഒന്ന് മേലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്ലഷ് ഇട്ട ശേഷം എനിക്ക് ഹൈലൈറ്റർ ഇട്ട ഒരുപാടായ പോലെ തോന്നും, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഹൈലൈറ്റർ ഇട്ട ശേഷം ബ്ലഷ് ഇട്ടിട്ട് വീണ്ടും കുറച്ച് എവിടെയാണോ നമുക്ക് കുറവ് തോന്നുന്നത് അവിടെ മാത്രം ഞാൻ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒട്ടും ഓവറെല്ലാം തോന്നിപ്പിക്കുന്ന പോലെ നോർമൽ സിമ്പിൾ മേക്കപ്പ് പോലെ ഒരു സംഭവം റെഡിയായി. മേക്കപ്പ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഓർണമെൻറ്റ്സിൻ്റെ കൺഫ്യൂഷനാണ്. ഏത് മാല ഇടണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. ചോക്കർ ടൈപ്പ് ഇടണോ അതോ കുഞ്ഞു ചെയിൻ ടൈപ്പ് ഇടണോ എന്ന് പറഞ്ഞു. ഈ ഒരു ടൈപ്പ് മാലയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടും കൂടെ വെച്ച് നോക്കായിരുന്നു, ഏതായാലും നല്ലത്, ഏതാ ഇടണ്ടേന്ന് പറഞ്ഞിട്ട് വെച്ച് നോക്കുമായിരുന്നു. പിന്നെ വിചാരിച്ചു ഡ്രസ്സ് ഇട്ട് ശേഷം ഇടാമെന്ന്. പിന്നെ കമ്മൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ 2 കമ്മലിൽ ഇതും കൺഫ്യൂസ്ഡ് തന്നെയായിരുന്നു ഏതിടണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വൈറ്റ് പാശ് വെച്ചിട്ടുള്ള കുഞ്ഞു ബീഡ്സ് വെച്ചിട്ടുള്ള കമ്മലിടാമെന്ന് അവസാനം ഞാൻ വിചാരിച്ചു. മറ്റേതിലൊരു റെഡ് കളർ പിങ്കിഷ് ഒരു പാശ് വരുന്നുണ്ട്, അപ്പോൾ ഞാൻ വൈറ്റ് ഇടാമെന്ന് വിചാരിച്ചു.
അങ്ങനെ കമ്മലിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ എപ്പോഴും കമ്മലിടാത്തതുകൊണ്ട് ഓട്ടം അടഞ്ഞു പോയെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ കമ്മലൊക്കെ ഇട്ടു. പിന്നെ ഞാൻ ഫോണിലൊന്ന് എടുത്ത് നോക്കി, കാരണം ഭംഗിയുണ്ടെന്ന് അറിയണ്ടേ. പിന്നെ അവസാനം ഈ മാല തന്നെ ഇടാമെന്ന് വിചാരിച്ചു. ഒരു ഗ്രീൻ കളർ സ്റ്റോൺ വരുന്നൊരു മാല. എൻ്റെ ഡ്രസ്സും ഗ്രീനും ഓറഞ്ച് യെല്ലോ ആയതുകൊണ്ട് ഞാനിത് ഇടാമെന്ന് വിചാരിച്ചു. വീണ്ടും ശശിയായി, കമ്മലിൽ കൊക്കി കുടുങ്ങിയിരിക്കുന്നു. അങ്ങനെ കുറച്ച് മണിക്കൂറിന് ശേഷം ഞാൻ ആ മാലേൻ്റെ കുരുക്കൊക്കെ കഴിച്ച് മാലയിട്ടു. ഇനി അടുത്തത് എന്താ, മെയിനായിട്ടൊരു സംഭവം മറന്നു, പൊട്ട്. പൊന്നുംകുടത്തിൽ എന്താ പൊട്ട് എന്നൊക്കെ പറയും, പക്ഷേ പൊട്ട് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചല്ല ഒരു പൊട്ട് വെച്ചു, കുഞ്ഞു പൊട്ട്. ഞാൻ എപ്പോഴും ചെറിയ പൊട്ടാണ് വെക്കാറ്. അപ്പോൾ ഈ സ്റ്റൈലിൻ്റെ കൊണ്ട് തന്നെ ചെറിയൊരു ഡോട്ട് വെച്ചു. അങ്ങനെ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ചെറിയൊരു സിമ്പിൾ മേക്കപ്പാണ്, വലിയ രീതിക്ക് എനിക്ക് ഇടാനും കാര്യങ്ങളൊന്നും അറിയില്ല. എൻ്റേതായ രീതിക്ക് ഞാൻ ഇടുന്നു മാത്രം. ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടമായാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇൻസ്റ്റയിലൊക്കെ ഇടാൻ വേണ്ടി ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ മുടി ഒന്ന് ചീവിണ്ടായിരുന്നു, കെട്ടാന്ന് വിചാരിച്ചു. പിന്നെ കെട്ടാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ പിന്നെ ചുമ്മാ ഫ്രീ ഹെയർ ഇട്ടു. എന്തായാലും കുറച്ച് ഒരുങ്ങിയതല്ലേ, അപ്പോൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം എടുത്തു, കുറച്ച് പ്രഹസനമൊക്കെ കാണിച്ചു. ആക്ച്വലി ഞാൻ എൻഗേജ്മെൻറ്റിന് ഇട്ട ഡ്രസ്സായിരുന്നു. അതിന് ടോപ്പ് മാത്രം ഞാൻ എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്തൊരു ടോപ്പായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എപ്പോഴത്തേയും പോലെ അവരെന്നെ ട്രോളിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഞാനത് മൈൻഡ് ചെയ്തില്ല. പിന്നെ വിഷുക്കണീൻ്റെ കൂടെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും എന്താ അമ്പലത്തിൽ പോയ ആളെത്തി. ഇവളുടെ സ്കേർട്ട് എവിടെ ആക്കുവാ? ശശി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ. എന്താ